ഇന്ത്യയുടെ തേജസ് മാർക്ക് 1A സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളുമായി സംയോജിപ്പിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി അത്യാധുനിക സ്കൈ സ്റ്റിംഗ് ദീർഘദൂര എയർ ടു മിസൈൽ ഇപ്പോൾ ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റമാണ് ഇപ്പോൾ ഈ വാഗ്ദാനവുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത്. റാഫേലിന്റെ 6ാം തലമുറ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് സ്കൈ സ്റ്റിംഗ്. 250 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇതിന് നൂതനമായ 3 പൾസ് റോക്കറ്റ് മോട്ടോർ ഉണ്ട്. ഈ കഴിവ് വളരെ ദൂരെയുള്ള ആകാശ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും. ഇങ്ങനെ ദീർഘദൂര ഇടപെടൽ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി സ്കൈ സ്റ്റിംഗ് മിസൈലിന്റെ സാധ്യതകൾ ഏറ്റെടുക്കാൻ വ്യോമസേനയ്ക്കും ഇപ്പോൾ താല്പര്യമുണ്ട്. തേജസ് മാർക്ക് 1 സ്പൈഡർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇത് സംയോജിപ്പിച്ചിരിക്കുന്ന 100 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഡെർബി ER മിസൈൽ ഇതിനകം തന്നെ സർവീസിൽ ഉപയോഗിക്കുന്നുമുണ്ട്. എങ്കിലും PL-15 പോലുള്ള നൂതന ദീർഘദൂര മിസൈലുകൾ ചൈന ഉൾപ്പെടുത്തിയതോടെ വ്യോമസേന തങ്ങളുടെ മുൻനിര പോരാളികളെ വിശ്വസനീയമായ ദീർഘദൂര കൗണ്ടർ ഉപയോഗിച്ച് സജ്ജമാക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ചും മത്സരാധിഷ്ഠിത വ്യോമാതിർത്തിയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഇതിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ജൂലൈയിൽ ടെൽ അവീവിൽ ഉന്നതതല ചർച്ചകളും റാഫേൽ നടത്തിയിരുന്നു. 2024 പ്രാരംഭ പറക്കൽ പരീക്ഷണങ്ങൾക്ക് ശേഷമുള്ള മിസൈലിന്റെ പക്വതയും മേക്ക് ഇൻ ഇന്ത്യക്ക് കീഴിലുള്ള സഹവികസനത്തിനുള്ള സന്നദ്ധതയും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഇന്ത്യയെ അറിയിച്ചിരിക്കുകയാണ്. 2026 വിലയിരുത്തലുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് 2 സ്ക്വാഡ്രണുകളെ സജ്ജമാക്കുന്നതിന് 200 മുതൽ 300 യൂണിറ്റുകളുടെ പ്രാരംഭ ബാച്ച് ലക്ഷ്യമിടുന്നതായിട്ടാണ് വ്യോമസേനാ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആസ്ട്ര മാർക്ക് 2ന്റെ സമയക്രമം ഈ അടിയന്തരാവസ്ഥ വർദ്ധിപ്പിക്കുന്നു. 2025 മെയ് മാസത്തിൽ ഖര ഇന്ധന മിസൈൽ ക്യാപ്റ്റീവ് പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ പൂർണ്ണ പ്രവർത്തന അനുമതിയും വൻതോതിലുള്ള ഉൽപാദനവും 2029-2030 കാലഘട്ടത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതായത് ആസ്ട്ര മാർക്ക് 2 എത്തുന്നതിന് ഇനിയും വളരെയധികം കാലതാമസമുണ്ട്. ഈ വിടവ് ഇപ്പോൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇസ്രായേലിന്റെ സ്കൈ സ്റ്റിംഗ് മിസൈൽ വാങ്ങുന്നതിന് വ്യോമസേന താല്പര്യം അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സമാന്തരമായി MBDAയുടെ മെറ്റിയർ, റഷ്യയുടെ R-37M പോലുള്ള ബദലുകൾക്കായി IAF അന്വേഷണം നടത്തുന്നുമുണ്ട്. എന്നാൽ ഈ സ്കൈ സ്റ്റിംഗ് എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ട ഒരു മിസൈൽ തന്നെയാണ്. സ്പൈസ് ബോംബുകളിലും പൈത്തൺ 5 ദത്തെടുക്കലുകളും ഇത് പ്രകടമായതുമാണ്. ഇതിന് ഒരു മുൻതൂക്കമാണ് ഇന്ത്യ നൽകുന്നത്. ഇന്റഗ്രേഷൻ പരീക്ഷണങ്ങൾ നിലവിലുള്ള ഡെർബി ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രയോജനപ്പെടുത്തുകയും സമയപരിധി 18 മുതൽ 24 മാസമായി കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ സ്കൈ സ്റ്റിംഗ് വാങ്ങുന്നത് ദൂരപരിധിയിലെ വിടവ് നികത്തുക മാത്രമല്ല ഇന്ത്യക്ക് ഇത് നൽകുന്നത്, തദ്ദേശീയ നവീകരണങ്ങൾക്കുള്ള സാങ്കേതിക കൈമാറ്റം ഉൾപ്പെടെയുള്ള ആഴത്തിലുള്ള ഇൻഡോ ഇസ്രായേൽ ബന്ധങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യും. തേജസ് മാർക്ക് 1A സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാരം കുറഞ്ഞ യുദ്ധവിമാനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ലഡാക്ക് പെട്രോളിങ്ങിനുള്ള ശക്തമായ BVR പ്ലാറ്റ്ഫോമായി ഇതിനെ മാറ്റുകയും ചെയ്യും. അതേപോലെ തന്നെ സുഖോയ് 30 MKIയിലും മൾട്ടി റോൾ വൈവിധ്യം വർദ്ധിപ്പിക്കുകയും അടുത്ത ഇടപെടലുകൾക്കായി R-77 സ്റ്റോക്കുകൾ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഈ സ്കൈ സ്റ്റിംഗിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് യൂറോപ്പിന്റെ മെറ്റിയോറിനെ തുല്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇന്ത്യൻ സംയോജനത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കയറ്റുമതി സവിശേഷതകളോടെയാണ് IAFന്റെ ഇസ്രായേലി വംശജരായ ഏവിയോണിക്സ് സ്യൂട്ടുകളുമായുള്ള അനുയോജ്യത ഉൾപ്പെടെ ഇസ്രായേൽ ഇന്ത്യക്ക് ഇത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ശ്രേണി എന്ന് പറയുന്നത് ഏകദേശം 250 കിലോമീറ്റർ വരെ അങ്ങേയറ്റത്തെ സ്റ്റാൻഡ് ഓഫ് ഇടപെടലുകൾക്ക് ഇത് സാധ്യമാക്കുന്നു. അതേപോലെ തന്നെ ഇതിന്റെ വേഗത ടെർമിനൽ ഘട്ടത്തിൽ ഹൈപ്പർസോണിക് നോ എസ്കേപ്പ് സോൺ 150 കിലോമീറ്ററിൽ കൂടുതലാണ്. അതേപോലെ തന്നെ ഇതിന്റെ വാർഹെഡ് എന്ന് പറയുന്നത് വായുവിൽ നിന്ന് വായുവിലേക്ക് മാരകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഉയർന്ന സ്ഫോടനാത്മക വിഘടനമാണ് പ്രദാനം ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരു വാർത്തയാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അണക്കെട്ടാണ് ചൈനയിലെ യാർലുങ് സാങ്ബോയിൽ ചൈന നിർമ്മിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശങ്കയാണ്. ചൈനയിലെ ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്ന ബ്രഹ്മപുത്ര നദി ഇന്ത്യൻ മേഖലയിൽ പ്രത്യേകിച്ച് ചൈന അതിർത്തിയിലുള്ള അരുണാചൽ പ്രദേശിൽ ഗണ്യമായ ജലവൈദ്യുത ശേഷിയാണ് നൽകുന്നത്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നദിയുടെ മുകൾ ഭാഗത്തുള്ള യാർലുങ് സാങ്ബോയിൽ ചൈന നിർമ്മിക്കുന്ന അണക്കെട്ട് ഇന്ത്യയുടെ ഭാഗത്തെ വരണ്ട സീസണിലെ ഒഴുക്ക് 85% വരെ കുറയ്ക്കും എന്നാണ് ഇന്ത്യ ഭയപ്പെടുന്നത്. ഇതിന് ബദലായി ഏകദേശം $77 ബില്യൺ മറ്റൊരു പദ്ധതിയാണ് ഇന്ത്യ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യം നിറവേറ്റുന്നതിനായി 2047 ആകുമ്പോഴേക്കും ബ്രഹ്മപുത്ര തടത്തിൽ നിന്ന് 76 ജിഗാവാട്ടിലധികം ജലവൈദ്യുത ശേഷി മാറ്റുന്നതിനായി ഇന്ത്യയുടെ പവർ പ്ലാനിംഗ് അതോറിറ്റി 6.4 ട്രില്യൺ രൂപയുടെ ഇല്ലെങ്കിൽ $77 ബില്യൺ ഒരു പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 12 ഉപതടങ്ങളിലായി
208 വലിയ ജലവൈദ്യുത പദ്ധതികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 64.5 ജിഗാവാട്ട് ശേഷിയുള്ളതും പമ്പ് ചെയ്ത സംഭരണശാലകളിൽ നിന്ന് 11.1 ജിഗാവാട്ട് അധിക ശേഷിയുള്ളതുമായ പദ്ധതികൾ. അരുണാചൽ പ്രദേശ്, ആസാം, സിക്കിം, മിസോറാം, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളായി ഈ ബ്രഹ്മപുത്ര തടം വ്യാപിച്ചു കിടക്കുകയാണ്. കൂടാതെ ഇന്ത്യയുടെ ഇതുവരെ ഉപയോഗിക്കാത്ത ജലവൈദ്യുത ശേഷിയുടെ 80% കൈവശം വെക്കുന്നു. അരുണാചൽ പ്രദേശ് മാത്രം 52.2 ജിഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ CEAയുടെ കണക്കനുസരിച്ച് 2035 വരെ നീളുന്ന പദ്ധതിയുടെ ആദ്യ ഘട്ടത്തിന് 1.91 ട്രില്യൺ രൂപയും രണ്ടാം ഘട്ടത്തിന് 4.52 ട്രില്യൺ രൂപയുമാണ് ആവശ്യം. അതേപോലെ തന്നെ മറ്റൊരു വാർത്തയാണ്, ലോകത്തിലെ തന്നെ ആദ്യത്തെ മൾട്ടി സെൻസർ എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടി അടുത്ത വർഷം വിക്ഷേപിക്കുമെന്നാണ് ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഗാലക്സ് ഐ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അടുത്ത 4 വർഷത്തിനുള്ളിൽ ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടം സ്ഥാപിക്കുന്നതിനുള്ള തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണിവർ. 1.5 മീറ്റർ റെസല്യൂഷൻ വാഗ്ദാനം ചെയ്യുന്ന ഈ ഉപഗ്രഹം അതിർത്തി സംരക്ഷണം, ദുരന്ത നിവാരണം, പ്രതിരോധം, യൂട്ടിലിറ്റികളും അടിസ്ഥാന സൗകര്യ നിരീക്ഷണവും, കൃഷി, സാമ്പത്തിക, ഇൻഷുറൻസ് വിലയിരുത്തൽ എന്നിവയുൾപ്പെടെ വിവിധ ആപ്ലിക്കേഷനുകളിൽ വിപുലമായ ജിയോ സ്പേഷ്യൽ വിശകലനം നടത്താൻ സർക്കാരുകളുടെയും പ്രതിരോധ ഏജൻസികളെയും വ്യവസായങ്ങളെയും പ്രാപ്തമാക്കും. അതെ, ലോകത്താദ്യമായിട്ടാണ് ഒന്നിലധികം സെൻസിംഗ് സാങ്കേതിക വിദ്യകൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിക്കുന്ന ഒരു ഉപഗ്രഹം വിന്യസിക്കാൻ ഒരുങ്ങുന്നത്. അടുത്ത 4 വർഷത്തിനുള്ളിൽ 8 മുതൽ 10 ഉപഗ്രഹങ്ങൾ വരെ വിക്ഷേപിക്കാനാണ് ഈ കമ്പനി ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. 160 കിലോഗ്രാം ഭാരമുള്ള മിഷൻ ദൃഷ്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ നിർമ്മിത ഉപഗ്രഹവും രാജ്യത്ത് വികസിപ്പിച്ചെടുത്ത ഏറ്റവും ഉയർന്ന റെസല്യൂഷനുള്ള ഉപഗ്രഹവുമാണ്. ഇതിന്റെ പരീക്ഷണങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. കഠിനമായ ബഹിരാകാശ സാഹചര്യങ്ങളിൽ അതിന്റെ കഴിവ് തെളിയിക്കുന്നതിനായി തീവ്രമായ താപനിലയിലെ ഘടനാപരമായ പരിശോധന പോലുള്ള കർശനമായ പരിശോധനകൾക്കെല്ലാം ദൃഷ്ടി ഉപഗ്രഹം വിധേയമാക്കി കഴിഞ്ഞു. ഓരോ ഉപഗ്രഹവും ഒരു റിമോട്ട് സെൻസിംഗ് എർത്ത് നിരീക്ഷണ സംവിധാനമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉയർന്ന കൃത്യതയുള്ള ഇമേജറി പകർത്തുന്നതിന് വേണ്ടി സ്പെക്ട്രൽ, ടെമ്പറൽ റെസല്യൂഷനുകൾക്കായി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുകയാണ് ഇത്. സമീപകാല ജിയോ പൊളിറ്റിക്കൽ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ AI ഇൻഫ്യൂഷനോടുകൂടിയ അടുത്ത തലമുറ ഇമേജിംഗ് സാങ്കേതിക വിദ്യകൾ, സമാനതകളില്ലാത്ത ഇമേജറി ഇന്റലിജൻസ് നൽകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ കമ്പനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ലോകത്തെ ഒരു രാജ്യത്തിനുമില്ലാത്ത, മുൻപ് അസാധ്യമായിരുന്ന രീതിയിൽ ഭൂമിയെ നിരീക്ഷിക്കാൻ ഇപ്പോൾ ഇന്ത്യ ഒരുങ്ങുകയാണ്. ഈ ദൗത്യം ഇന്ത്യയെ ആഗോള ബഹിരാകാശ ഭൂപടത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ബഹിരാകാശ സാങ്കേതിക വിദ്യയെ ബുദ്ധിശക്തിയാക്കി മാറ്റുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ബിസിനസ്സുകൾക്കും സർക്കാരുകൾക്കും സമൂഹങ്ങൾക്കും ആശ്രയിക്കാവുന്ന ഒരു ഉപഗ്രഹം. കമ്പനിയുടെ അഭിപ്രായത്തിൽ സിന്തറ്റിക് അപ്പാർച്ചർ റഡാറും ഉയർന്ന റെസല്യൂഷൻ ഒപ്റ്റിക്കൽ പേലോഡുകളും വഹിക്കുന്ന ഈ ഉപഗ്രഹം ഏത് കാലാവസ്ഥയിലും ദിവസത്തിലെ ഏത് സമയത്തും ഭൂമിയുടെ നിരീക്ഷണ ഡേറ്റ ലഭ്യമാക്കും. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.